നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമയം, സ്നേഹം, കണ്ണീർ എന്നിവ വെറുതെ ചിലവഴിക്കുന്നു എന്നതാണ്. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നാം നിൽക്കേണ്ട സ്ഥലം നമുക്ക് വ്യക്തമാകും. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും പലപ്പോഴും. ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് നമ്മുടെ പരാജയവും. കൂട്ടിന് ആരുമില്ലെന്ന സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരുപക്ഷെ അതുതന്നെയാണ് യാഥാർത്ഥ്യവും. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സഹിക്കാം, പക്ഷേ നമ്മുടെ വിശ്വാസത്തെയും ആത്മാർത്ഥതയും മുതലെടുത്ത മനുഷ്യരോട് മാപ്പില്ല. ചതിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് ഒരിക്കലും നിങ്ങൾക്കല്ല. ജീവനറ്റ മനസ്സുകളിൽ സ്നേഹത്തിൻ്റെ വിത്ത് പാകാതിരിക്കുക. ഒരു നാൾ ആ സ്നേഹവും നഷ്ടമാകുമ്പോൾ ശ്വാസം നിലച്ചുപോയെന്ന് വരാം. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് കരുതരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും ഒരവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടതായി വരും. ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാന ആയുധം. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടു കൂടി തുടങ്ങുക. അതൊരു പക്ഷേ വിജയം നൽകില്ലായിരിക്കാം, എന്നാൽ ഏതൊരു വെല്ലുവിളിയെയും നേരിടുവാനുള്ള ശക്തി അത് നിങ്ങൾക്ക് നൽകും. ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ നഷ്ടങ്ങൾ തന്നെയാണ്. കാരണം ആ നഷ്ടങ്ങളിലേറെയും എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയായിരുന്നു. നിങ്ങൾ ആരുമായും ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഒത്തിരി സന്തോഷം വന്നാലും ഇത്തിരി സങ്കടം വന്നാലും ഓടിച്ചെന്ന് പറയാനൊരിടം അവിടെ ശൂന്യമാകുന്നതും വല്ലാത്ത വേദനയാണ്. ചേരേണ്ടവർ ചേർന്നു തന്നെ നിൽക്കട്ടെ. അതിനിടയിലേക്ക് ചേരാത്തവരുടെ കടന്നുവരവാണ് പലപ്പോഴും അവഗണനകൾ സൃഷ്ടിക്കുന്നത്. കുറവുകൾ നോക്കി മറ്റുള്ളവരെ അവഗണിക്കുമ്പോൾ നാം ഓർക്കണം, വരും നാളുകളിൽ അതേ കുറവുകൾ നമുക്കും വന്നേക്കാം. കാരണം ഓരോരുത്തരും മനുഷ്യരാണ്. തകർച്ചയിൽ നിന്ന് തഴച്ചു വളർന്നവരെ തകർക്കാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ തളർന്നു പോകത്തേയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.